ഇത് അദാനിയെ ലോകത്തെ തന്നെ സമ്പന്നനായി മാറുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് തടസ്സമാകും. അദ്ദേഹം ഫൈനലി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അദ്ദേഹത്തിനാവും, പക്ഷെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കളികൾക്ക് ഒരു പരിമിതി വന്നിരിക്കും. അദാനി എന്ന് പറയുന്ന വ്യക്തിയും അയാളുണ്ടാക്കുന്ന സാമ്രാജ്യവും സത്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്നു കാണാം. കാരണം അദാനി ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായി ഉയർന്നു വരികയും പിന്നീട് അദ്ദേഹം ഒരു വീഴ്ചയിലേക്ക് വരികയും തിരിച്ചു വരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും വീണ്ടും റിപ്പോർട്ട്സ് പുറത്തു വരികയും അദ്ദേഹം പ്രയാസപ്പെടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നോക്കൂ, അദാനിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും പറയാറുള്ളൂ, അദാനിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആരോപണങ്ങളുടെയും പ്രശ്നം അത് ഭയങ്കര ഹൈലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ബിസിനസ്സുകാർക്ക് മാത്രം മനസ്സിലാവുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആഴത്തിൽ വായിച്ചാൽ പിടികിട്ടുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ സംഗതി ഒന്നും മനസ്സിലാവില്ല. ആൾക്ക് ആകെ അറിയാവുന്ന അദാനി വലിയ കോടീശ്വരനാണ്, അദ്ദേഹം ഇന്ത്യയുടെ അഭിമാന ഉയർത്തിയ ആളാണ്, അദ്ദേഹത്തെ ആരൊക്കെ ആക്രമിക്കുന്നു മാത്രമാണ്. സത്യത്തിൽ അദാനി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുമ്പോഴും അദാനിക്ക് 2 ലക്ഷം കോടിയിലധികം രൂപയുടെ കടമുണ്ടെന്നാണ് അദാനിയെക്കുറിച്ച് ഇന്ത്യൻ അതോറിറ്റീസ് പറയുന്നത്. അതിൽ തന്നെ 1 ലക്ഷം കോടിയോളം അടുത്ത് രൂപ കടം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കിങ് സ്ഥാപനങ്ങളാണ്. SBI പോലെയുള്ള സ്ഥാപനങ്ങൾ 60,000 കോടിയോളം രൂപ അദാനിക്ക് കടം കൊടുത്തിട്ടുണ്ട്. അദാനി എങ്ങനെയാണ് കടമെടുക്കുന്നത്? സിമ്പിളായി ആലോചിച്ചാൽ മതി. അദാനിക്കെതിരെയുള്ള ആദ്യത്തെ ആരോപണം എന്താണ്? അദാനി വ്യാജമായി തൻ്റെ ഓഹരികളുടെ മൂല്യം ഉയർത്തിവെക്കുകയും ആ ഉയർത്തിവെച്ച മൂല്യം എങ്ങനെയാണ് ഉയർത്തുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ഷെൽ കമ്പനികൾ കൊണ്ട് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടി അദാനി ഓഹരി മൂല്യം ഉയർത്തിവെക്കുകയും ആ വ്യാജമായി ഉയർത്തിയ കുമിള മൂല്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ കടമെടുക്കുന്നു. ആ കടമെടുത്ത പൈസ കൊണ്ടാണ് ഇദ്ദേഹം കളിക്കുന്നത്. ശരിക്കും ബിൽഗേറ്റ്സിന്റെ അതായത് ഇവിടെ അതായത് നോക്കൂ, ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി 75% എന്ന് പറയുന്നത് കയ്യിൽ വെക്കാൻ പാടുള്ളൂ, ബാക്കി വിപണിയിൽ ഉണ്ടാവണം എന്നാണ് നിയമം. ഇദ്ദേഹം ഈ 25% കൂടി അദ്ദേഹത്തിൻ്റെ ഷെൽ കമ്പനി ഉപയോഗിച്ച് വാങ്ങിയിട്ട് ഇതിൻ്റെ മൂല്യം ഉയർത്തുകയാണ്. അപ്പോൾ ഈ ഉയർത്തിയ മൂല്യം കൊണ്ടുപോയി പണയം വെക്കുന്നു, കോടാനുകോടികൾ എടുക്കുന്നു. 80,000 കോടിയോളം രൂപ ഈ ബാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം നടത്തുന്ന കച്ചവടം മുഴുവൻ പൊളിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്സ്. അപ്പോൾ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുമ്പോൾ ഇത് അന്വേഷിക്കണം എന്നുള്ള വലിയ ആവശ്യമായിരുന്നു. ആരും അന്വേഷിക്കുന്നില്ല. അപ്പോൾ സെബി എന്ന് പറയുന്നത് അന്വേഷിക്കേണ്ട ഓർഗനൈസേഷനുണ്ട്. ആ സെബിയോട് അന്വേഷിക്കാൻ പറയുന്നു, സെബി അനങ്ങുന്നില്ല. സെബി ആകെ ഉരുണ്ട് കളിക്കുകയാണ്. അവസാനം സുപ്രീം കോടതി ചോദിക്കുന്നു. അപ്പോൾ സെബി പറയുന്നു മൊത്തം 24 പരാതികളും ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സെബിയുടെ കാര്യപ്പെട്ട ആൾ ഇയാളുടെ പഴയ ഉദ്യോഗസ്ഥൻ. അത് രണ്ടാമത് വന്നു. സെബിയോട് ചോദിക്കുന്നത് സെബി ഉരുണ്ട് കളിക്കുകയാണ്. സെബി അവസാനം സുപ്രീം കോടതി പറഞ്ഞു മൊത്തം 24 എൻക്വയറീസ് നടക്കുകയാണ്, 23 പൂർത്തിയായി, അവസാനത്തത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോഴാണ് സെബിക്കെതിരായിട്ടുള്ള സംഗതി വരുന്നത്. മാധബി പുരി ബുച്ചും അവരുടെ ഭർത്താവ് ദബൽ പുച്ചും 2015 അദാനിയുടെ സഹോദരനുമായി ചേർന്ന് മൗറീഷ്യത്തിൽ വൻകിട ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദാനി ആരാണ്, അദാനി എവിടെയൊക്കെ കാശ് ഇറക്കുന്നു, എവിടെ നിന്നൊക്കെ പൈസ വരുന്നു, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവർക്കറിയാമായിരുന്നു. ഇവർ ബിസിനസ് ബാങ്കിങ് മേഖലയുമായി ഒരു ബന്ധമില്ലാതിരുന്ന അവരെ എവിടുന്നോ മോദി പിക്ക് ചെയ്തുകൊണ്ടുവന്നതിൻ്റെ മെമ്പറാക്കുകയും പിന്നീട് ചീഫാക്കുകയും ചെയ്തതാണ്. പ്രത്യേകം ഓർക്കണം, അതിനകത്ത് എക്സ്റ്റേണൽ താല്പര്യങ്ങൾ എന്തുമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടാവും നമുക്ക് സ്വാഭാവികം ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവർ അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദാനിക്ക് വേണ്ടിയാണെന്ന് ഈ OCC ഈ പറയുന്ന ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. മൊത്തം നമ്മൾ മലയാളത്തിൽ പറയില്ല, വേലി തന്നെ വിളവ് തന്നെയാണെന്ന് ചോദിച്ച അതേ അവസ്ഥയാണ് സത്യത്തിൽ ഇതിനകത്തുള്ളത്. എന്ന് വെച്ചാൽ വൻതോതിൽ അദാനി നമ്മുടെ ബാങ്കുകളിൽ നിന്നൊക്കെ എന്തുമാത്രം വലിയ തോതിലുള്ള പണം അടിച്ചുകൊണ്ട് ആരെല്ലാം പോയതിൻ്റെ കഥ അറിയാം. രക്ഷപ്പെട്ടു പോയവർ, പിന്നെ ഇന്ത്യയിലേക്ക് വരാത്തവർ. അപ്പോൾ ഇത് അടിസ്ഥാനപരമായ പ്രശ്നം. വീണ്ടും പുറത്തു വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഉള്ളത് ഒരേ ഒരു സ്വഭാവമാണ്, വ്യാജം പറഞ്ഞ് പൈസ അടിക്കുന്നു. അതായത് ഒരു ഇല്ലാത്ത ഒരു സിനാരിയോ സൃഷ്ടിച്ചുകൊണ്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നടക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഏജൻസികളും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, എല്ലാ ഏജൻസികളും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് നിലകൊള്ളുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ചോദ്യം ചോദിക്കുന്നു. 7 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. 1.5 മണിക്കൂർ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. അദാനി എന്നുള്ള വാക്കേ വേണ്ടിയില്ല, വേറെ എന്തൊക്കെയോ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ഗാന്ധി എന്നുള്ള പേര് വന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറുചോദ്യം. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് അതിനോട് പെരുമാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അദാനിക്ക് നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ ഇപ്പോഴും ഒരു സാധ്യതയുമില്ല. പക്ഷേ അദാനി ഈ കച്ചവടം ഇപ്പോൾ നോക്കൂ, ഈ വിവരം പുറത്തു വന്നതിന് ശേഷം LICയിൽ അടക്കം 1200 കോടി രൂപയുടെ ഓഹരി വിപണിയിൽ അവർക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ 3000 കോടിയാണ് നഷ്ടം. LIC ഒക്കെ അദാനിയിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. നമ്മുടെ കാശാണ് എന്ന് ഓർക്കണം. ഈ അദാനി ഇടിയുമ്പോൾ അതിൻ്റെ കൂടെ ഇടിയാണ്. എത്രയോ ലക്ഷക്കണക്കിന് ശതകോടികളുടെ മൂല്യ ഇടിവാണ് നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ GPQ എന്ന് പറഞ്ഞൊരു വലിയ ഏജൻസി ഉണ്ട്, അവർ ഞങ്ങൾ പുനഃപരിശോധിക്കാൻ പോകണം അദാനിക്കകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ലോകത്ത് കഴിഞ്ഞ മുമ്പത്തെ തവണയും 2 റിപ്പോർട്ട്സ് പുറത്തു വരുന്ന സമയത്തും വിദേശ ഓഹരികൾ പലതും അദാനിയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അദാനിയെ ലോകത്തെ തന്നെ സമ്പന്നനായി മാറുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് തടസ്സമാകും. അദ്ദേഹം ഫൈനലി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അദ്ദേഹത്തിനാവും, പക്ഷെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കളികൾക്ക് ഒരു പരിമിതി വന്നിരിക്കും.